ജോയേൽ 2:28. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഈ ദൈവനാദത്തെ സ്വീകരിച്ചവൻ, ഈ ദൈവനാദത്തെ ഏറ്റെടുത്തവൻ. ഇവരാണ് മോസസ്, ഇവരാണ് മോസസ്, ഇവരാണ് മോസസ്. കരിസ്മാറ്റിക് നവീകരണം വചനത്തിൽ ആഴപ്പെട്ടുകൊണ്ടുള്ള ജീവിതമാണ്. അത് വിശുദ്ധിയുടെ ജീവിതമാണ്. ഇത് മനസ്സിലാക്കി കരിസ്മാറ്റിക് നവീകരണത്തെ വചനബന്ധിയായി നയിക്കാൻ പരിശ്രമിച്ചവരാണ് കാലാകാലങ്ങളിൽ KSTയുടെ നേതൃത്വത്തിൽ വന്ന ബഹുമാനപ്പെട്ട ചെയർമാൻ അച്ഛന്മാർ. അവരുടെ നവീകരണ ദർശനങ്ങളും വ്യക്തിജീവിതത്തിലെ ദൈവാനുഭവങ്ങളും പങ്കുവയ്ക്കപ്പെടുന്ന മോസസ് എന്ന ഈ പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പമായിരിക്കുന്നത് മലബാറിൽ കരിസ്മാറ്റിക് നവീകരണത്തിന് നേതൃത്വം വഹിച്ച് 1988 കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ചെയർമാൻ സ്ഥാനമേറ്റെടുത്ത ബഹുമാനപ്പെട്ട ജോർജ് കളത്തിൽ CMI അച്ഛനാണ്. അച്ഛൻ്റെ ദൈവാനുഭവങ്ങൾക്കായി നമുക്ക് കാതോർത്തിരിക്കാം. നവീകരണ സമൂഹത്തിൻ്റെ സഞ്ചാരപാതയിൽ കരം പിടിച്ചു നയിച്ച ഇടയന്മാർ നിരവധിയാണ്. ഇത് ഫാദർ ജോർജ് കളത്തിൽ CMI. 1988 മുതൽ 90 വരെ KSTയുടെ തണലായി പ്രവർത്തിച്ച ഇടയൻ. പരിശുദ്ധാത്മ സ്വരം ശ്രവിച്ചുകൊണ്ട് ഒരു ജനതയെ ഒന്നായി ദൈവരാജ്യ വയലിൽ വേലയ്ക്കായി അണിനിരത്തിയ പുരോഹിതൻ. നവീകരണമെന്നത് ദൈവാത്മാവിൻ്റെ ആഴത്തിലുള്ള അനുഭവവും ആ അനുഭവത്തിൽ നിലനിന്നുകൊണ്ടുള്ള ദൈവരാജ്യ ശുശ്രൂഷകളുമാണെന്ന് നമ്മെ പഠിപ്പിച്ച ഇടയൻ. ആത്മാക്കളുടെ രക്ഷ, അതൊന്നു മാത്രമാണ് ഈ ശുശ്രൂഷകളുടെ എല്ലാം ലക്ഷ്യമെന്നും അതിനായി പരിശുദ്ധാത്മാവ് ഇന്നും സഭയിൽ സജീവമായി നിലനിൽക്കുന്നുവെന്നും ജോർജ് അച്ഛൻ നമുക്ക് പറഞ്ഞു തരുന്നു. തൻ്റെ ശുശ്രൂഷയിൽ പിന്നിട്ട വഴികളെയും നാളെയുടെ സ്വപ്നങ്ങളെയും കുറിച്ച് കളത്തിലച്ഛൻ നമുക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ അച്ഛൻ്റെ നവീകരണ അനുഭവങ്ങളും അച്ഛൻ്റെ തുടക്കവും ഒക്കെയാണ് അച്ഛൻ പങ്കുവച്ചത്. കുറച്ചുകൂടി ആഴത്തിലുള്ള അച്ഛൻ്റെ വ്യക്തിപരമായ ജീവിതാനുഭവങ്ങൾ കേൾക്കാനായി ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. എല്ലാ ശാലോം പ്രേക്ഷകർക്കും വേണ്ടി ബഹുമാനപ്പെട്ട കളത്തിലച്ഛനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ കഴിഞ്ഞ എപ്പിസോഡിൽ അച്ഛൻ്റെ ഒരു വ്യക്തി ജീവിതത്തിലെ അച്ഛൻ്റെ ഈശോടത്തുള്ള വളർച്ചയെക്കുറിച്ചാണ് അച്ഛൻ കൂടുതലായിട്ടും പറഞ്ഞത്. അച്ഛൻ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ച സമയത്ത് പലപ്പോഴും ഉപയോഗിച്ചൊരു വാക്കാണ് അച്ഛനോട് ഈശോ പറഞ്ഞു എന്ന്. അച്ഛനോട് കർത്താവ് പറഞ്ഞു. അച്ഛന് വ്യക്തികളിലൂടെയോ അല്ലെങ്കിൽ തിരുവചനത്തിലൂടെയോ ഒക്കെ. അച്ഛനൊരു കരിസ്മാറ്റിക് നവീകരണ ധ്യാനം കൂടുന്നതിന് മുൻപ് അച്ഛൻ ഈ ഒരു ഈശോ പറയുന്നു അല്ലെങ്കിൽ ഈശോ എന്നോട് സംസാരിക്കുന്നു അങ്ങനെ ഒരു പദത്തെക്കുറിച്ച് അച്ഛൻ എത്രത്തോളം ബോധ്യമുള്ള ആളായിരുന്നു? എനിക്കങ്ങനെ ഒരു ബോധ്യം കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഞാനിങ്ങനെ ഒരു ധ്യാനത്തിന് ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ, സാധാരണ നടത്തുന്നൊരു ധ്യാനമാണ് സെമിനാരി പഠിക്കുന്ന സമയത്ത്. വൈകുന്നേരമാണ് ധ്യാനം. പക്ഷേ ഞാനിങ്ങനെ സിയസ്റ്റായി കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ നിന്നൊരു ഭയങ്കര ഒരു വികാരം ഉണ്ടായി. എനിക്ക് ചിന്തിക്കാൻ പോലും ഇപ്പോഴും എനിക്കത് മനസ്സിലാക്കാൻ പറ്റില്ല എന്താണെന്നുള്ളത്. എന്തോ ഒരു അഗ്നി കത്തുന്ന പോലെ ഒരു അനുഭവം. പക്ഷെ ധ്യാനത്തിന് വലിയ അനുഭവം എനിക്കൊന്നും പറയുന്നില്ല. പക്ഷേ അതെന്നെ ഇപ്പോഴും കിടപ്പുണ്ട് എൻ്റെ മനസ്സിൽ. അങ്ങനെ ഒരു ദൈവാനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഒരു ദൈവത്തിൻ്റെ സംസാരമാണെന്നോ ഒന്നും തിരിച്ചറിഞ്ഞില്ല. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ അന്ന് ദൈവം എന്നെ വിളിച്ചതിന് ഒരു ലക്ഷണമായിട്ട് എനിക്ക് എടുക്കാം. തീർച്ചയായിട്ടും. ഇപ്പം കരിസ്മാറ്റിക് നവീകരണത്തിൽ വന്ന ശേഷം കിട്ടിയ ഒരു അനുഭവമാണ്. ഇങ്ങനെ അനുഭവം ഉണ്ടായെന്നുള്ള കാര്യം അറിയാൻ പറ്റിയ വേറെ അനുഭവം. തീർച്ചയായിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് പിന്നീടുള്ള അനുഭവങ്ങളൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ ദൈവത്തിൻ്റെ ഇടപെടൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള സംഗതി എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തി സ്വീകരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിന് പ്രതികരിക്കാൻ പറ്റില്ല. പ്രവർത്തന നിരതനാണ്. പരിശുദ്ധാത്മാവ് പ്രവർത്തനം നിരതനാണ്. രണ്ട് വിധത്തിലാണ് ഉണ്ടാകുന്നത്. ഒന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കിട്ടുന്നു, മറ്റേത് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ കിട്ടുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെന്ന് പറയുന്നത് ഈശോയുടെ സ്വഭാവം കിട്ടുക എന്നർത്ഥം. നമുക്കത് വേണം.
വരങ്ങളെന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ശക്തി കിട്ടുക എന്നുള്ളതാണ് അർത്ഥം. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് ഈശോയുടെ സ്വഭാവം കിട്ടുന്നു. വരങ്ങൾ എന്ന് പറയുന്നത് ഈശോയുടെ ശക്തി ശക്തി കിട്ടുന്നു. ഇത് രണ്ടും നമുക്ക് ആവശ്യമുണ്ട്. തീർച്ചയായും. അല്ലെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. ചിലർക്ക് വരങ്ങൾ മാത്രമേ ഉള്ളായിരിക്കാം, അത് ഒത്തിരി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ചിലർ ഫലങ്ങൾ മാത്രമേ ഉണ്ടെങ്കിൽ വനപ്രശ്നം സാധിക്കില്ല. രണ്ടും കൂടി യോജിപ്പിച്ച് പോകാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. നമ്മൾ ആദിമസഭയിൽ അങ്ങനെയായിരുന്നു. ഈ ശിഷ്യന്മാരുടെ സ്വഭാവം കൊണ്ട് മാറി ഈശോയുടെ സ്വഭാവത്തിൽ സ്വീകരിച്ചു. പിന്നീട് അവർ ചെയ്യേണ്ടത് വരങ്ങൾ ഉപയോഗിച്ച് വചനം പ്രഘോഷിക്കാൻ നടത്താൻ ഒത്തിരി അത്ഭുതം നടന്നു. നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ ഇത് ആവശ്യമായിട്ട് എടുക്കണമെന്ന് തോന്നുന്നുണ്ട്. വരങ്ങളും ഫലങ്ങളും അത് അനുഭവിച്ച് ആദ്യം നമ്മൾ തന്നെ തുടങ്ങണം. ദൈവം നമ്മൾ സംസാരിക്കുന്നതായിട്ട് നമ്മൾ അനുഭവിച്ചെടുക്കേണ്ട കാര്യമുണ്ട്. ഒരു കാര്യം ചോദിച്ചാൽ ഉത്തരം കിട്ടണം. തീർച്ചയായും. അടുപ്പുണ്ടേലേ കിട്ടത്തുള്ളൂ. അടുപ്പുണ്ടേലേ കിട്ടുള്ളൂ. സാർ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ തോന്നൽ തരും. ആദ്യകാലത്ത് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല കേട്ടോ. ഒരിക്കൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം ദർശനം കണ്ടു. ഒരു ബസ് സ്റ്റാൻഡിൽ പിന്നെ വണ്ടികളിങ്ങനെ വന്ന് കിടക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ എടുത്തുകൊണ്ട് പോകുന്നു. എനിക്ക് മനസ്സിലായില്ല, എന്താണെന്ന് മനസ്സിലായില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സഭയിലെ ഒരു ബ്രദർ, അതിനിടയ്ക്കൊന്ന് ഞാനൊന്ന് ചോദിച്ചോട്ടെ, അതൊരു ദർശനമാണെന്ന് അച്ഛന് അതെങ്ങനെ ബോധ്യപ്പെട്ടു? അത് പറയാൻ പോകുന്നത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ബ്രദർ ഞങ്ങളുടെ സഭയപ്പെട്ട ഒരു ബ്രദർ ഒരു ബസ് അപകടത്തിൽപ്പെട്ടു, വീണു. ബസ് സ്റ്റാൻഡിൽ വീണു. കോട്ടയം ബസ് സ്റ്റാൻഡിലാണ് വീണത്. അത് നേരത്തെ തന്നെ കാണിച്ചു തന്നതാണ്. കൊണ്ടുവന്നപ്പോൾ ഞാൻ ഓർക്കുന്നത് നേരത്തെ 2 ദിവസം മുന്നേ കാണിച്ചതാണല്ലോ ഞാൻ ഓർത്തത്. കാരണം ഞാൻ പ്രാർത്ഥിക്കേണ്ടതായിരുന്നു. അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നല്ലോ. പിന്നീട് ദർശനം അച്ഛനെ കാണിച്ചത് അച്ഛൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്, മധ്യസ്ഥപ്രാർത്ഥന നടത്താൻ വേണ്ടിയായിരുന്നു. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചില്ല, എനിക്കറിയത്തില്ലായിരുന്നു. പിന്നീട് ഈ സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ളതെന്നുള്ളതാണ്. ഇങ്ങനെ ചില കാര്യങ്ങൾ അങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്നത്. അച്ഛൻ ദർശനവരത്തെക്കുറിച്ച് അച്ഛൻ ബോധ്യപ്പെട്ടു. പിന്നീട് അങ്ങനത്തെ എന്ത് ദർശനങ്ങൾ കിട്ടിയാലും അച്ഛൻ അതിനനുസരിച്ച് പ്രതികരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഞാൻ ഒന്നുകൂടി ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, അതായത് ഒരാൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചാൽ അയാൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും വരങ്ങളും അയാൾക്ക് ലഭിക്കും, അല്ലെങ്കിൽ ലഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കണം. അപ്പം അച്ഛൻ്റെ വ്യക്തി ജീവിതത്തിൽ ഇപ്പം പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവം അച്ഛൻ്റെ ജീവിതത്തിലേക്ക് പതുക്കെ ലഭിച്ചു. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും അച്ഛൻ്റെ ജീവിതത്തിൽ ലഭിച്ചു. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അതായത് അതിനാണല്ലോ നമ്മൾ വരങ്ങളെന്ന് പറയുന്നത്, അത് പ്രകടമായ അച്ഛന് ആദ്യകാലങ്ങളിൽ അത് അച്ഛനിൽ പ്രകടമായ ചില രീതികൾ അല്ലെങ്കിൽ ചില അനുഭവങ്ങളെന്ന് പറയാമോ? ആദ്യം എനിക്ക് കിട്ടിയത് ഭാഷാവരം കിട്ടിയതാണ്. അതെനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഈ ഭാഷാവരത്തിന് എന്താ അർത്ഥം? എനിക്ക് മനസ്സിലാകുന്നത്, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലത്, എൻ്റെ ബുദ്ധിക്ക് പറ്റുന്നില്ലത്. വെറുതെ ഇങ്ങനെ ശബ്ദം കേൾപ്പിക്കുന്നത് എങ്ങനെയാണ് പറ്റുന്നത്? അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു തെളിയിക്കാൻ വേണ്ടി. അങ്ങനെ ഇരിക്കുക ഒരിക്കൽ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കുന്നപ്പോഴേക്ക് 3-4 മനുഷ്യരുടെ ഇടയിൽ ഒരു കുഞ്ഞു കൊച്ചു വന്നു, ഒരു 3 വയസ്സുള്ളൊരു കൊച്ച്. ആ കൊച്ചിങ്ങനെ എന്തൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, മനസ്സിലാകുന്നുമില്ല. പാട്ട് പാടുമ്പോൾ അതൊക്കെ പാടുന്നുണ്ട് എന്തൊക്കെയോ. ഞാൻ വിചാരിച്ചു കൊച്ചിനെ പോലെ ആയെങ്കിൽ മാത്രമേ എനിക്ക് ഭാഷ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ആ കൊച്ചിൻ്റെ പ്രാർത്ഥന എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. കുഞ്ഞെന്താ പറയുന്നത് നമുക്കറിയത്തില്ല. കുഞ്ഞിൻ്റെ ആ ഒരു പറയുന്നത് പ്രായത്തിൽ ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് ബോധ്യം കിട്ടി, ഈ കുഞ്ഞുങ്ങളെ പോയാലേ എനിക്ക് ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല. ഞാൻ ഒരു കുഞ്ഞിനെ പോലെ എളിമയുള്ളവനാകണം. രണ്ടാമത് ഞാൻ ഒരിക്കൽ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാനൊരു രോഗിയെ പ്രാർത്ഥിക്കാനായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ചെന്നു. ഒരു 10-90 വയസ്സുള്ള ഒരാൾ മരിക്കാൻ കിടക്കുകയാണ്. അപ്പോൾ അവിടെ രണ്ടുപേരും ഈശോമറിയ ഔസേപ്പിൻ്റെ ആത്മാവിന് കൂട്ടാരിക്കണം ചൊല്ലിക്കൊടുക്കുന്നുണ്ട്. ഈ രോഗിയായിട്ടിരിക്കുന്ന വ്യക്തി ഈശോറിയസ് ഇങ്ങനെ പറയുന്നേ ഉള്ളൂ, വ്യക്തതയൊന്നുമില്ലത്. പക്ഷേ അയാൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ ഈശോമറിയ ഔസേപ്പിനെ വ്യക്തമായിട്ട് പറയാൻ പാടില്ലെങ്കിൽ ഈ ശബ്ദത്തിനൊരു പ്രാർത്ഥനയുണ്ടല്ലോ. അപ്പം ഭാഷാവരം എന്ന് പറയുന്നത് ഇതുപോലൊരു ശബ്ദമാണ്. അതിന് വലിയ അർത്ഥമൊന്നും വേണമെന്നില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലൊരു ദൈവത്തോട് ബന്ധം ഉണ്ടായാൽ മാത്രം മതി. അച്ഛനത് വിശ്വസിച്ചു. ഈ രണ്ട് അടയാളം എനിക്ക്, എൻ്റെ അടയാളം 2 അതെ, ഈ 2 അടയാളങ്ങൾ എനിക്ക് സംഭവിച്ചു. ഭാഷാവരമെന്നത് സ്വർഗത്തിൻ്റെ മഹത്തരമായ സമ്മാനമാകുന്നു. ഇത് സ്വർഗീയ സംഗീതത്തിലുള്ള മനുഷ്യമക്കളുടെ പങ്കുചേരലാകുന്നു. സർവസ്തുതികൾക്കും യോഗ്യനായ ദൈവത്തിനു മുൻപിൽ നമ്മുടെ സ്വരങ്ങൾ കൊണ്ടുള്ള ആരാധനയാകുന്നു ഇത്. ഈ വരദാനം അനുഭവിക്കുവാനും ഇതിനായി പ്രാർത്ഥിക്കുവാനും ഇതിലൂടെ നൽകപ്പെടുന്ന പ്രത്യേക കൃപയ്ക്കായി ഒരുങ്ങുവാനും നാം സജ്ജരാകേണ്ടതുണ്ടെന്ന് കളത്തിലച്ചൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യുഗാന്ത്യ ശുശ്രൂഷയ്ക്കായുള്ള ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേക കൃപകൾ സ്വർഗത്തിൽ നിന്നും നാം ചോദിച്ചു വാങ്ങേണ്ടതുണ്ടെന്ന് അച്ഛൻ
നമുക്ക് പറഞ്ഞു തരുന്നു. ഞാൻ ജർമ്മനി ചെന്ന് കഴിഞ്ഞപ്പോഴേ ഒരു പയ്യനെ കൊണ്ടുവന്നു അവിടെ. ജർമ്മൻകാരൻ പയ്യനാണ്, അനാഥനാണ് അവൻ. ജർമ്മൻകാരനാണ്. ആ അപ്പോൾ അവൻ ഈ പ്രാർത്ഥന സമയത്ത് ഒരിക്കലും പ്രാർത്ഥിക്കില്ല. എപ്പോഴും വെള്ളം വെക്കും, കൂവും. പട്ടി ഓരിയിടുന്ന പോലെ ഇടുന്ന ഓരിയിട്ടുകൊണ്ടിരിക്കും. എന്തോ ഒരു തിന്മയുടെ ശല്യം അവനുണ്ടെന്ന് മനസ്സിലായി. അവനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഞാൻ ഈ കൊച്ചിനെ കൊണ്ടുവന്നു. ഞാൻ അവർ തലേ തൊട്ടപ്പോഴേ ഞാൻ ഓരിയിടാൻ തുടങ്ങി. കൈ വലിച്ചപ്പോൾ നിർത്തും. അതിനുശേഷം ഞാൻ വിചാരിച്ചു പാഷാർത്ഥി പ്രാർത്ഥിക്കാം. അവനെ കാണണ്ടല്ലോ, ഞാൻ മാറി നിന്ന് ഞാൻ പാഷാർത്ഥി തുടങ്ങി അവൻ കൂവാൻ തുടങ്ങും. അത് ഇവൻ്റെ മേൽ തൊട്ടല്ല, തൊട്ടില്ല, വെറുതെ മാറി നിന്ന്. ഞാൻ മാത്രമേ, വേറെ ആർക്കും അറിയത്തില്ല അത്. ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ്, ഭാഷാവരം പറഞ്ഞാൽ അവൻ കൂവും, ഭക്ഷണത്തിന് ഞാൻ നിൽക്കുകയും ചെയ്യും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഭാഷാവരം എന്ന് പറയുന്നത് സാത്താന് അസ്വസ്ഥ ഉണ്ടാകുന്ന സംഗതിയാണ്. എന്നെ വിശ്വാസത്തെ കൂടുതൽ വർദ്ധിപ്പിച്ചു. ആ സമയം എനിക്ക് വളരെ എന്നെ സ്പർശിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവൻ വീണ്ടും കൂവും. ഓക്കെ ഓക്കെ, അപ്പോൾ എന്തോ ശല്യം അവർക്ക് ഉണ്ടാകുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പം നിർത്തി കഴിയുമ്പോൾ ശാന്തനാകും. പിന്നെ എനിക്ക് പിന്നെ അവരെ കൂടുതൽ പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു ഗൗരവമൊരു കേസാണ്, അത് ചിലപ്പോൾ ഉപവാസമൊക്കെ എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പോരുകയും ചെയ്തില്ല, ഇറ്റലിക്ക് മടങ്ങി പോരുകയും ചെയ്തു. പക്ഷെ അതൊരു എനിക്കൊരു അടയാളം ദൈവം തന്നതാണ്, ഈ ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചാൽ അത് പിശാചിനെ അസ്വസ്ഥമാക്കുന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ പ്രാർത്ഥന ഭാഷാവരം എൻ്റെ ജീവിതത്തിലൊരു ഭാഗമായിട്ട് അങ്ങോട്ട് മാറ്റി എന്നുള്ളത്. ആദ്യം തുടങ്ങുന്നത് അതാണ്. ഈ വരങ്ങളിൽ നിന്നാണ്, ഈ ഭാഷാവരത്തിൽ നിന്നാണ് മറ്റു വരങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് വർദ്ധിക്കാൻ പോകുന്നത്. ഭാഷാവരത്തിൽ വിശ്വാസമില്ലാത്തതിന് വളരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. പ്രത്യേകിച്ച് ബുദ്ധിയുള്ളവർക്കും ഇൻ്റലക്ച്വലായിട്ടുള്ളവർക്ക് ബുദ്ധിമുട്ടുള്ള വലിയ വിഷമമുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ വിശ്വസിക്കണം. ഞാൻ കൊച്ചുകുഞ്ഞിനെ പോലെ വിശ്വസിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആണ് എനിക്ക് തോന്നുന്ന ആരംഭത്തിൽ തന്നെ ഈ വരങ്ങൾ വളരാനുള്ള ഒരു ടെൻഡൻസി എനിക്ക് ഉണ്ടായത്. അച്ഛൻ ഇതിനിടയിൽ കഴിഞ്ഞ എപ്പിസോഡിൽ അച്ഛൻ ഈ ഗിഫ്റ്റ് ഓഫ് വേർഡ് എന്ന് അച്ഛൻ പറഞ്ഞു. അതച്ഛാ ഒന്നുകൂടെ അച്ഛൻ്റെ ഒരു അനുഭവത്തിലൂടെ ഒന്ന് ഗിഫ്റ്റ് ഓഫ് വേർഡിനെ കുറിച്ച്. വേർഡ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ നമുക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തി തരും, അതിനകത്ത് വെളിപ്പെടുത്തി തരുന്നതാണ്. ഒരിക്കൽ കൗൺസിലിംഗ് ഒരു പെൺകുട്ടി എൻ്റെ അടുക്ക വന്നേ, കുറേ കാര്യങ്ങളോട് പറഞ്ഞു. അപ്പോൾ എനിക്കൊന്നും ഇവിടെ പറയുന്നതെല്ലാം കള്ളമാണ്, സംശയം എനിക്ക്. അപ്പം ഞാനതുകൊണ്ട് പ്രാർത്ഥന വിട്ടു. എന്നിട്ട് ഞാൻ വചനെടുത്ത് ഈശോട് പറഞ്ഞു, ഈശോ ഞാൻ വചനെടുത്ത് നോക്കുകയാണ്, അതിൻ്റെ അകത്ത് കള്ളം എന്നൊരു വാക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കും, പിന്നെ ഇവള് കള്ള പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പം ഞാനെടുത്ത് എഴുതി. അച്ഛനൊരു കണ്ടീഷൻ അച്ഛൻ വെച്ചതാണോ ഇങ്ങനെ കള്ളമെന്ന്? എനിക്ക് തോന്നിയത് ഇതാണോ ഇല്ലെന്ന് അറിയണ്ടേ. തീർച്ചയായിട്ടും. അതിന് ഞാൻ ഈശോട് പറഞ്ഞു, ഈശോയെ ഞാനൊരു വചനം എടുത്ത് തുറക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നുണയെന്നൊരു വാക്കുണ്ടെങ്കിൽ, കള്ളമെന്നൊരു വാക്കുണ്ടെങ്കിൽ ഞാൻ ഇവള് കള്ളം പറഞ്ഞത് വിശ്വസിക്കുമെന്ന് പറഞ്ഞു. ഞാൻ തുറന്നപ്പോഴേ ഈ സങ്കീർത്തനം 74 എനിക്ക് തോന്നുന്നു, കൃത്യം ഓർക്കുന്നില്ല, സങ്കീർത്തനം 78 ഒരു വാക്യമാണത്. അതിൻ്റെ അകത്ത് നുണയെന്നൊരു വാക്കുണ്ടായിരുന്നു. നീ ശരിയാണെന്ന് അറിയണ്ടേ. ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഇവൾ തിരിച്ചൊന്നുകൂടെ പറഞ്ഞു. ഒരാൾ കഴിയുമ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞോട് സംസാരിച്ചൊക്കെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, കഴിഞ്ഞ പ്രാവശ്യം എന്നെ കണ്ടപ്പോൾ കള്ളം പറഞ്ഞില്ല, അച്ഛൻ എന്നോട് പേടി കൊണ്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ വേർഡ് ഗിഫ്റ്റിലൂടെ എനിക്ക് പല സന്ദേശം തരുമെന്ന്. പിന്നെ ഒത്തിരി കാര്യങ്ങൾ സന്ദേശം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ശരിക്കും ഈശോട് ചോദിച്ചിട്ട് തരും. പക്ഷേ അതിനും ഈ പറയുന്ന ഈ വേർഡ് ഗിഫ്റ്റ് കിട്ടാനും ഒരു നിഷ്കളങ്കതയും അതുപോലെ ഈ ഒരു ശിശു മനോഭാവവും ഒക്കെ ആവശ്യമാണ്. വിശ്വാസം ആവശ്യമാണ്. എല്ലാ വരങ്ങളുടെ അടി കിടക്കുന്ന വിശ്വാസമാണ്. തീർച്ചയായിട്ടും. വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവം പ്രവർത്തിക്കും എന്നുള്ളതാണ്. നമുക്ക് ആ ബോധ്യത്തിലൂടെ ദൈവം എൻ്റെ ഇടപെടും, സംസാരിക്കും, പറയും, എന്നിട്ട് അടയാളം തരും. നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവത്തിനകത്ത് ഇടപെടും. അച്ഛൻ ഈ വരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു? ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം എന്നെ ആദ്യം കൗൺസിലർ നടത്തിയത് ഡാഫിനി സിസ്റ്ററാണ്. സിസ്റ്ററിൻ്റെ വരങ്ങൾ കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇത് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ മലയപ്പുറം തോമച്ചൻ എന്നെ പ്രാർത്ഥിച്ചായിരുന്നു. പിന്നെ പലരും എന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇവർക്കിടെ എനിക്ക് കിട്ടിയ ഉപകാരങ്ങൾ ഞാൻ വിചാരിച്ച എൻ്റെ ദിവസം പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കായിരുന്നു, ദൈവം എനിക്ക് തന്നാൽ കൊള്ളാം. അങ്ങനെ ഏതായാലും എനിക്കത് കിട്ടാൻ തുടങ്ങി. അങ്ങനെ പിന്നെ വളർത്തിയെടുക്കായത്. അല്ല, അപ്പോൾ ശരിക്കും വരങ്ങൾ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ആവശ്യമാണ്. അല്ല, അതൊരു സ്വാർത്ഥതയല്ല. അല്ല. വരങ്ങൾ ലഭിക്കണം, ദൈവം കൊടുക്കുന്നതല്ലേ. തീർച്ചയായിട്ടും നമുക്ക് ചോദിക്കാമല്ലോ. തീർച്ചയായിട്ടും. സ്വാർത്ഥതയല്ല എൻ്റെ അകത്തുള്ള. അപ്പോൾ അച്ഛൻ പറഞ്ഞു പ്രാർത്ഥനയോടൊപ്പം പിന്നെ അച്ഛൻ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ എന്തായിരിക്കും അച്ഛൻ നടത്തിയത്? ഈ വരങ്ങൾ ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു ഒന്നാനേക്ക് സമൂഹത്തിൽ ചെല്ലുമ്പോഴുണ്ടല്ലോ അവർ പറയുന്നത് വരങ്ങളുള്ളവർ പറഞ്ഞാൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കില്ല. അവരുടെ പ്രാർത്ഥനയെ കാണുമ്പോൾ എനിക്കൊരു ആകർഷമായിട്ട് തോന്നിയേ. അപ്പോൾ എല്ലാവരും കിട്ടുമെന്നുള്ള ആശയം എനിക്ക് കിട്ടി. ആരൊക്കെ ഒരുങ്ങി വരുമോ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥന ചെയ്യാൻ ദൈവം അവരുടെ ഇടപെടും. കാരണം ഇയാളുടെ പ്രത്യേകിച്ച് എൻ്റെ വൈദികന നിലയിൽ എൻ്റെ മിനിസ്ട്രിക്ക് അല്ലെങ്കിൽ എൻ്റെ ശുശ്രൂഷയ്ക്ക് ഇത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. ഒത്തിരി സഹായമാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. കുറച്ച് ചെറിയ വരാൻ തുടങ്ങി. അപ്പോൾ മറ്റുള്ളവർ കൊണ്ടെന്ന് പറയാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ. പിന്നെ എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ചില കാലം പ്രവർത്തിക്കുന്നതായിട്ട്. ഒരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട്, തൃശ്ശൂർ ഒരു വൺ ഡേ സെമിനാറിന് പോവുകയാണ് ഞാൻ. അപ്പം ഞാൻ അന്ന് പിന്നെ വെളിപാട് വന്ന് സിൽവർ ഹിൽസിലാണ് ഞാൻ
താമസിക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലത്തെ മത്സര എക്സ്പ്രസ്സിന് പോകാൻ വേണ്ടി കയറി വന്നു. എഴുന്നേറ്റ് അതിൽ പൂട്ടി പുറത്തിറങ്ങിയപ്പം പെട്ടെന്ന് എന്നോട് ഒരു സ്വരം കേട്ട് ഞാൻ പറയുന്നതായിട്ട്, ടോർച്ച് എടുക്കണമെന്ന്. എനിക്ക് മനസ്സിലായില്ല എന്നാന്നുള്ളത്. ടോർച്ചിൻ്റെ ആവശ്യമില്ല, പകൽ പോകുന്നതായി തിരിച്ചു വരികയും ചെയ്യുന്നു, ആവശ്യമില്ലല്ലോ. ഞാൻ അവിടെ ചെന്നു, കോഴ്സെല്ലാം കഴിഞ്ഞ് എന്നെ പിന്നെ എക്സിക്യൂട്ടീവിനെ ഇങ്ങോട്ട് വിടേണ്ടത്. അത് 7 മണി മറ്റാ സമയത്ത് ആ സമയത്ത് ഒരു ബ്ലോക്ക് ഉണ്ടായി. ഒരു ജാഥ പോകുന്ന കാരണം എനിക്ക് ട്രെയിൻ കിട്ടിയില്ല, പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്നെ തിരിച്ച് ഈ വീട്ടിൽ കൊണ്ടാക്കി. ഒരു ചെറിയ മുറി എനിക്ക് കിട്ടിയത്. ആ മുറിയിൽ ഇടയ്ക്ക് ലൈറ്റ് പോയി. വാതിലെവിടെയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ടോർച്ചിൻ്റെ കാര്യം ഓർത്തു. മുൻകൂട്ടി എന്നോട് പറഞ്ഞതാണല്ലോ ഇത്. അതൊരു പാഠമായി എനിക്ക്. ചില കാര്യങ്ങൾ അങ്ങനെ നമുക്ക് ചിലപ്പോൾ മുൻകൂട്ടി കർത്താവ് തരും. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ നമ്മുടെ അനുഭവത്തിൽ നിന്ന് ചില കാര്യങ്ങൾ എടുത്തു കഴിയുമ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങുന്നുണ്ട്. അത് നമ്മൾ ഇത്തിരി സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അച്ഛൻ പലരും നേരിടുന്ന ഒരു പ്രശ്നം, ഇപ്പം അച്ഛന് ടോർച്ച് എടുക്കണമെന്ന് തോന്നി, ചുമ്മാ ഒരു യാദൃശ്യമായൊരു തോന്നലാകാം എന്നതിനെ കാണാം, അല്ലെങ്കിൽ അത് ഒരു പല വിചാരമായിട്ട് അതിനെ കാണാം. അപ്പോൾ ഇത് അല്ല, ദൈവം പറഞ്ഞതാണ് എന്നതിനുള്ളൊരു ഒരു ഉറപ്പ് വേണ്ടേ? ഉറപ്പ് അനുഭവങ്ങൾ മാത്രമേ പറ്റത്തുള്ളൂ. ചില അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ, ചില അനുഭവം ഉണ്ടായി കഴിയുമ്പോൾ അത് ദൈവത്തിന് സന്ദേശം. ആദ്യത്തെ അച്ഛൻ്റെ ടോർച്ച് അനുഭവത്തിൽ നിന്ന് അച്ഛനൊരു വലിയ പാഠം പിടിച്ചു. ചില കാര്യങ്ങൾ തന്നു കഴിഞ്ഞാൽ സ്വീകരിക്കണം എന്നുള്ള സംഗതി. പിന്നെ അച്ഛന് അങ്ങനെ കേൾക്കുന്ന സ്വരത്തിനെല്ലാം അന്ധമായിട്ട് യെസ് പറയും, അല്ലെങ്കിൽ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ച് നോക്കും. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ദിവസം എന്നോട് കർത്താവ് പറഞ്ഞു, ജൂലൈ മാസത്തിൽ ധ്യാനം നടത്തണ്ടെന്ന് പറഞ്ഞു, അവധി എടുത്തിരിക്കുക, പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചത്. ഇത് അച്ഛനോട് വ്യക്തിപരമായി കേൾക്കുന്നു അതോ ഏതെങ്കിലും കൂട്ടായ്മയിൽ നിന്ന്? അല്ലല്ല, ഇത് എനിക്ക് തോന്നിയതാണ്, തോന്നലാണത്. തോന്നലിട്ട് വരാമല്ലോ, ഇത് സംസാരിക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ ജൂലൈ മാസത്തിൽ ധ്യാനമൊന്നും ഏറ്റെടുത്തില്ല. ഈ ജൂലൈ മാസത്തിലാണ് ചാച്ചൻ രോഗിയായിട്ട് മരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഹോസ്പിറ്റലിൽ ചെല്ലാനും ചാച്ചനെ കാണാനും രോഗിലായനം കൊടുക്കാനൊക്കെ എനിക്ക് സാധിച്ചു. അപ്പോൾ അത് ഞാൻ ഓർക്കുകയാണ്. എനിക്കറിയാൻ ഞാൻ എടുത്തതന്നേ ഉള്ളൂ, റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു മാസം മാറ്റി തന്നു. പക്ഷേ ആ ഒരു മാസം ഒരു അനുഭവമാക്കി കർത്താവ് മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ സമയത്ത്, അല്ലെങ്കിൽ ഞാൻ ദൂരെ എങ്ങനെ ആയിരുന്നെങ്കിൽ നടക്കില്ല. അപ്പോൾ ശരിക്കും കർത്താവ് മുന്നേ കണ്ട് അച്ഛനോട് ജൂലൈയിൽ ഫ്രീ ആയിട്ട് നിൽക്കുന്നത് അങ്ങനെ പറഞ്ഞു തരാറുണ്ട്. അച്ഛനത് അനുസരിച്ചു. അവിടെയാണ് അതിൻ്റെ ഒരു ഞാൻ കാണുന്നത്. തമ്പുരാൻ ഇങ്ങനെ പലരോടും പറയാറുണ്ട്, പക്ഷേ അതിനന്ധമായി അത് കർത്താവിൻ്റെ വിശ്വസിക്കണം എന്ന് പറഞ്ഞാലേ ഒരു പോയിന്റ് ഉണ്ടാകുന്നു. ഒരു നോർമൽ ആയിരിക്കണം മനുഷ്യന് പോയി, അബ്നോർമലാർക്ക് ഒത്തിരി സന്ദേശങ്ങൾ കിട്ടുമല്ലോ. അതെ, അത് അബദ്ധങ്ങളാണ്. ഇച്ചിരി നോർമൽ അല്ലെങ്കിൽ അത് കണ്ടു ഇത് കേട്ടെന്നൊക്കെ പറയേ. നമ്മൾ സ്വാഭാവികമായിട്ട് കർത്താവിൻ്റെ ഒട്ടി നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിൽ കർത്താവ് പറയുന്ന കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അബദ്ധം പറ്റിയാലെന്ന് ഞാൻ പറയുന്നില്ല, അബദ്ധങ്ങളും പറ്റാം, എങ്കിലും ഒരു 90% വ്യക്തമായിരിക്കും. അച്ഛാ, ഈ വരങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അത് ആരുടെയെങ്കിലും കീഴിലൊരു ശിക്ഷണത്തിൽ, പ്രത്യേകിച്ച് ആദ്യകാലങ്ങളിൽ പാസ്റ്ററിംഗ് എന്നും അല്ലെങ്കിൽ എൽഡറിംഗ് എന്നൊക്കെ പറയുമായിരുന്നല്ലോ. അപ്പോൾ എനിക്കൊരു വരം കിട്ടി, അത് നമ്മുടെ ഒരു സഹായിക്കുന്ന എൽഡർ ആയ ഒരാളോട് നമ്മൾ പങ്കുവയ്ക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ശിക്ഷണത്തിൽ വേണം വരങ്ങളിൽ വളരാൻ എന്നിങ്ങനെ പറയാറുണ്ട്. അച്ഛൻ എന്ത് തോന്നുന്നു അതിനെക്കുറിച്ച്? അല്ല, അത് വളരെ ശരിയായൊരു സംഗതിയാണ്. പക്വതയില്ലാത്തവരാണ് അല്ലേ തന്നെ ആദ്യങ്ങൾ വരങ്ങൾ വരുമ്പോൾ ആരെങ്കിലും സഹായിക്കാനുണ്ടാകണം. ആൾക്ക് വരം ഉണ്ടാകണം നിർബന്ധമില്ല, പക്ഷേ കരിസ്മാറ്റിക് നവീകരണത്തിൽ താല്പര്യമുള്ള വ്യക്തിയായിരിക്കണം. എതിർക്കുന്ന വ്യക്തിയാണ് സാധിക്കില്ല. അപ്പം അങ്ങനെയുള്ളവർ കേട്ടിട്ട് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ തുരുത്തിപ്പുറത്തിൽ അച്ഛൻ അധികം വരങ്ങളുണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല, അതില്ലെന്ന് അദ്ദേഹം പറയുന്നത്. പക്ഷെ അദ്ദേഹത്തെ ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ട്. അതെ, തുരുത്തിമറ്റച്ഛൻ വരങ്ങളിൽ ജീവിക്കാൻ ഒത്തിരി പേരെ സഹായിച്ചിട്ടുണ്ട്, അതിനെയും സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും, ഇങ്ങനെ ആദ്യകാലത്ത് നമ്മളെ നയിക്കാനായിട്ട് കുറച്ചുകൂടെ പക്വത. അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നോ ഈ വരങ്ങളുടെ ഉപയോഗത്തിന്റെ കാര്യത്തിൽ അച്ഛനെ? ഇല്ല, ഞാൻ പലതും ഇങ്ങനെ ചില സംശയങ്ങൾ ചോദിക്കുമെന്നല്ലാതെ അങ്ങനെ ചോദിക്കുമായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് കിട്ടിയത്. ഞാൻ പല അറിയാൻ പറ്റി, ഇങ്ങനെ ക്ലാസ്സിൽ പോയി ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോൾ അത് കേട്ടുപോയി അതിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ചിത്രം ഉണ്ടോ ഞാൻ പരിശോധിച്ച് നോക്കുമായിരുന്നു. ഒരറിവില്ലാതെ നമ്മൾ വെറുതെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പരിശുദ്ധാത്മാവ് നയിക്കുന്ന സമൂഹം എപ്പോഴും ക്രിയാത്മകമായി ചലിച്ചുകൊണ്ടിരിക്കും. ദർശനമെന്ന വരത്തെ ദൈവരാജ്യത്തിനു വേണ്ടിയും തിരുസഭയുടെ വളർച്ചയ്ക്കു വേണ്ടിയും ആത്മാക്കളുടെ രക്ഷയ്ക്കു വേണ്ടിയും പ്രയോജനപ്പെടുത്തുക എന്നതുമാത്രമാണ് ദൈവഹിതമെന്ന് ഓരോ സുവിശേഷ ശുശ്രൂഷകനും തിരിച്ചറിയുക. അനേകം സുവിശേഷ ശുശ്രൂഷകളെ ദൈവാത്മാവ് ഈ വരങ്ങളിലൂടെ ഉജ്ജ്വലിപ്പിച്ച് നയിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുക. എന്നാൽ
ഈ വരത്തിൻ്റെ തെറ്റായ ഉപയോഗം മൂലം അനേകർ ശുശ്രൂഷയിൽ നിന്നും വഴിതെറ്റിപ്പോകുന്നുവെന്നും നാം തിരിച്ചറിയണം. തിരുസഭയുടെ തണലിലും പഠനങ്ങളിലും നിലനിൽക്കുന്ന കൂട്ടായ്മകളിൽ ഇന്നും ആത്മാവ് ഈ കൃപകളാൽ അനേകരെ ഒരുക്കുന്നു എന്നത് സ്വർഗത്തിൻ്റെ വലിയ ശ്രേഷ്ഠ പദ്ധതിയായി നാം കാണേണ്ടതുണ്ട്. അച്ഛൻ്റെ ഈ കരിസ്മാറ്റിക് വരങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഈ വരങ്ങൾ അച്ഛൻ്റെ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിൽ ഏറെ സഹായകമായി എന്ന് അച്ഛന് തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ക്ലാസ് എടുക്കാൻ ചില ക്ലാസ്സിലൊക്കെ ഒരുങ്ങുന്ന കാര്യത്തിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. ചിലപ്പോൾ പറയാൻ അവർക്ക് വേണ്ടത് ഒരുങ്ങിപ്പോകുന്ന ക്ലാസ്സിലായിരിക്കും ചിലപ്പോൾ എടുക്കുന്നത്. ആ സമൂഹത്തിൽ ചെന്ന് കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ വിഷയം മാറ്റേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. ഒരുങ്ങി പോകുന്ന ഒരു വിഷയം ഉണ്ടാവും. അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ആ വിഷയം പറഞ്ഞാൽ മനസ്സിലാകില്ല അവർക്ക്. തീർച്ചയായിട്ടും അത് ഒന്നിട്ട് ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് അറിയാമല്ലോ. അപ്പം വേറെ ഇപ്പോൾ ക്ലാസ് മാറ്റേണ്ടി വരും. അത് ദൈവം അന്നേരം തരുന്നതാണ്. ചിലപ്പോൾ ആ സമയത്ത് പുതിയ ക്ലാസ് ഒരുങ്ങേണ്ടി വരും. ഒരുങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാൻ. അതിന് ശരിക്കും ഈ പറയണ വരം വേണം. പിന്നെ കൗൺസിലിങ്ങിന് ഒത്തിരി സഹായിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒത്തിരി കൗൺസിലിങ്ങേ. അപ്പോൾ അതെല്ലാം നമ്മളെ സ്വന്തം വരങ്ങളുണ്ടെങ്കിൽ കൗൺസിലിംഗ് വളരെ എളുപ്പമായി തീരും. അവർക്ക് ബോധ്യം വരും. അതൊക്കെ ആവശ്യങ്ങളാണ്. അങ്ങനെ ഈശോയുടെ സുവിശേഷ പ്രഘോഷണത്തിലും ഈ അടയാളങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഇത് ആവശ്യമാണ്. നമുക്ക് അവർക്ക് നിരസിക്കാൻ പറ്റും. പക്ഷെ അത് ശരിയായിരിക്കും ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. വിവേകം ഇതിൻ്റെ അകത്ത് ആവശ്യമുണ്ട്. തോന്നിയാൽ ഉപയോഗിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും. പിന്നെ എല്ലാം കർത്താവിന് തലയിലോട്ട് വെക്കാനും പാടില്ല. അല്ല, ചില അത് അങ്ങനെ പറഞ്ഞിങ്ങനെ പറഞ്ഞു രക്ഷപ്പെടാൻ നോക്കുകയെ അത് പാടില്ല. എനിക്ക് പറ്റുന്ന ഒരു തെറ്റ് കർത്താവിനെ എന്നെ പറഞ്ഞിട്ടാണ് എന്ന് പറയാൻ പാടില്ല. പിന്നെ വേറെ സംഗതിയുള്ളത് പിശാചിനുള്ള പേടിയാണ്. കണ്ടമാനം പേടിയുണ്ട് ഇപ്പോൾ പലർക്കും. പിശാചിന് ഭയങ്കര പേടി ആളുകൾക്ക്. അത് തന്നെ ഒത്തിരി തിരിപ്പ് വരുത്തി വയ്ക്കുന്നുണ്ട്. അത് പാവാണ്, ഇത് പാവാണെന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ വെക്കാൻ പാടില്ല, കേട്ടിട്ടില്ലേ? തീർച്ചയായിട്ടും. ഇതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യമുണ്ട്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ യേശുവിൻ്റെ കൂടെയാണ്. പിശാച് ഇവനെ ഭയപ്പെടേണ്ടത്. പിശാചിനെ ഭയപ്പെട്ട് ഓരോന്ന് മാറ്റി വെക്കുന്ന ആളുകളുണ്ട്. അങ്ങോട്ട് പോകാൻ പാടില്ല, അവിടെ പിശാചുണ്ട്, ഇവിടെ പിശാചുണ്ടെന്ന് പറഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല. ഒരു ആവശ്യമില്ലാത്ത ഭീതി പിശാചിനെ കുറിച്ച് നമുക്ക് വേണ്ട. അത് ശരി, വിശ്വാസക്കുറവാണ് കാണിക്കുന്നത്. ഈശോടൊപ്പം ജീവിക്കുന്ന വ്യക്തിക്ക് അങ്ങനെ പേടിച്ചിട്ട് കാര്യമില്ലല്ലോ. തീർച്ചയായിട്ടും. ഈശോനോട് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്യും. അതെ. മനസ്സിലായില്ലേ? അപ്പോൾ അത് എനിക്കൊരു ആവശ്യം. ഞാനൊരു ഉദാഹരണം പറയാം. ഒരിക്കലാണ് എന്നോട് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞാനൊരു വീട് വാങ്ങാൻ പോവുകയാണ്, അവിടെ ഒരാൾ തൂങ്ങിച്ചതാണ്, അതെങ്ങനെ വാങ്ങണോ വേണ്ടയോ? വാങ്ങാൻ പറഞ്ഞു. അയ്യോ ഞങ്ങളങ്ങനെ താമസിക്കും. ഞാൻ വരാം. ഞാൻ വെഞ്ചരിക്കാമെന്ന്. സഭയുടെ ഒരു ദൗത്യമാണല്ലോ വെഞ്ചരിക്കുക. ഞാൻ ആ വീട് വെഞ്ചരിച്ച് കഴിഞ്ഞിട്ട് അയാളത് വാങ്ങിച്ചു. ആരും വാങ്ങാൻ കിടക്കുകയായിരുന്നു, കൊല്ലങ്ങളെ കിടക്കുന്നത്. അത് നന്നാക്കി. ഒരേക്കർ സ്ഥലം ഉണ്ടായിരുന്നു. പുള്ളി അത് പലർക്ക് വിറ്റു. ചുറ്റും ആളായി. ഉള്ള പേടി കൂടെ പോയി പുള്ളിയുടെ. കാരണം ചുറ്റും ആളായില്ലേ? തീർച്ചയായിട്ടും. പിന്നെ അയാൾ വിറ്റ് കേട്ടോ. വിറ്റിട്ട് വേറെ വഴിക്ക് വേറെ കുറച്ച് സ്ഥലം വാങ്ങാണ്ട് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞത് അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ പേടി നമ്മളെ അസ്വസ്ഥമാക്കുന്നു. വചനത്താലും പ്രാർത്ഥനയാലെല്ലാം വിശദീകരിക്കുന്നു എന്നാണ് ഈശോ പറഞ്ഞിട്ടുള്ളത്, അല്ല ബൈബിൾ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് ഏതെങ്കിലും ഒരു തിന്മയുണ്ടെങ്കിൽ അതിനെ ബന്ധിക്കാനും പിന്നെ അതിനെ തടസ്സപ്പെടുത്താനും സഭയ്ക്ക് അധികാരമുണ്ട്. വൈദികരിലൂടെ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ആ വിശ്വാസം നമ്മൾ പോകണം. കാരണം ഇതിനെയും പേടിച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. സമാധാനം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു ശല്യമായിട്ട് എനിക്ക് തോന്നുന്നു. വരങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ് സാത്താനെ ഈ ഡിസൈൻമെൻറ്റ് വിവേചിച്ചെടുക്കുക എന്ന് പറഞ്ഞില്ലേ, അത് നമുക്ക് ആവശ്യമാണ്. അതുപോലെ ഈ രോഗശാന്തി വരം അച്ഛൻ്റെ ജീവിതത്തിൽ അതും അച്ഛൻ അനുഭവിക്കുകയും ധാരാളം പേർക്ക് സൗഖ്യം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അച്ഛൻ രോഗശാന്തി വരത്തിന് വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷേ അതിൻ്റെ അകത്ത് എനിക്ക് എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് അത് വരുന്നുണ്ടത്. മനസ്സിലായില്ലേ? എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ഞാൻ ചില ഗിഫ്റ്റുകൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അതിൻ്റെ അകത്ത് വരും. മനസ്സിലായില്ലേ? ഉദാഹരണമായിട്ട് ആന്തരികസൗഖ്യവരം ചോദിക്കാറുണ്ട്. ആന്തരികസൗഖ്യവരം എന്ന് പറഞ്ഞാൽ വേറെ ആൾക്കൂടെ പ്രാർത്ഥിയാൽ ആന്തരികസൗഖ്യം കിട്ടണം. അച്ഛൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അയാൾക്ക് ആന്തരികസൗഖ്യം, അതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങാറുണ്ട്. രോഗശാന്തി വരം അതിൻ്റെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. ഓരോ വരങ്ങളിങ്ങനെ അത്ഭുത പ്രവർത്തന വരം, ഒരു അത്ഭുതം ചെയ്യാൻ വേണ്ടി ദൈവത്തിന് തരാമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഈ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉൾപ്പെടുത്തി, എൻ്റെ ഈ വ്യക്തിയുടെ പ്രാർത്ഥന ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിന് ആവശ്യമുണ്ട് തരാം. അത്രേ എനിക്കുള്ളൂ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. നമുക്കിത് ആവശ്യമാണ് ചോദിക്കുക, തരട്ടെ ദൈവമാണ്. ഇഷ്ടംപോലെ ചെയ്തോട്ടെ. നീ എനിക്ക് ആവശ്യമില്ല തരണ്ട. ചോദിക്കാതിരുന്നിട്ട് കിട്ടാപോരുത്. തീർച്ചയായിട്ടും. ചോദിക്കുക നമ്മുടെ കടമയാണ്. അച്ഛാ, ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾ അച്ഛൻ രോഗാവസ്ഥയിലായിരുന്നു. അച്ഛൻ വളരെ ഗുരുതരമായ രോഗാവസ്ഥയിലായിരുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്.
അച്ഛൻ ഈ കഴിഞ്ഞ കാല അച്ഛൻ്റെ കരിസ്മാറ്റിക് നവീകരണ അനുഭവങ്ങൾ എല്ലാം വെച്ചുകൊണ്ട് അച്ഛനെ കർത്താവ് ഒത്തിരി സ്നേഹിച്ചു, സ്നേഹം ചൊരിഞ്ഞു, അച്ഛനെ കർത്താവ് ഉപയോഗിച്ചു, ധാരാളം പേർക്ക് വിശ്വാസം പകരാനും സൗഖ്യം നൽകാനും ഒക്കെ കർത്താവ് അച്ഛനെ ഉപയോഗിച്ചു. പക്ഷെ അച്ഛൻ ഈ ഒരു കടുത്ത രോഗാവസ്ഥയിലായിരുന്നപ്പോൾ അച്ഛൻ അതിനെ എങ്ങനെയാണ് അച്ഛൻ അതിനെ നേരിട്ടത്? എൻ്റെ രോഗം എന്ന് പറയുന്നത് ഗിൽഡൻ ബാരി സിൻഡ്രോം എന്ന് പറയുന്ന ഒരു രോഗമാണ്. അത് ഇന്ത്യയിൽ അധികം ഇല്ല രോഗം. അപ്പോൾ ആ രോഗം വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ തളർന്നുപോയി. എൻ്റെ കാല് തളർന്നു ആദ്യം, പിന്നെ കൈയും തളർന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ ഹോസ്പിറ്റലിലാക്കിയപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, ഫിസിഷ്യനോട് പറഞ്ഞത് ന്യൂറോളജിസ്റ്റിനെ കാണണമെന്നാണ് പറഞ്ഞത്. ഉടനെ ബേബി വന്നു, ന്യൂറോളജിസ്റ്റിനെ കണ്ടു. ഡോക്ടർ എന്നെ കണ്ടിട്ട് പറഞ്ഞു സാരമില്ല, സൂപ്പിടെന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടർക്ക് എനിക്ക് മാത്രം ഉറപ്പുണ്ടായിരുന്നു, വേറെ ആർക്കും ഉറപ്പില്ലായിരുന്നു. എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ അതിനടുത്ത് പോയിട്ടൊന്ന് കിടന്ന് മറിച്ച് നോക്കാൻ പറഞ്ഞു. ഞാൻ എപ്പോഴും സൂയിസൈഡ് കൊണ്ട് പോകുമായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് ഞാൻ സൂയിസൈഡ് എടുത്ത് നോക്കിയപ്പോൾ പിന്നെ ഈശോ പറഞ്ഞൊരു വാക്യമാണ്, പിന്നെ കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി വെട്ടി ഒരുക്കുമെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ രക്ഷപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ കൂടെയുള്ളവരെല്ലാവരും മരിച്ചു പോകുന്ന ഉറപ്പായിരുന്നു. പക്ഷേ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ, പിന്നെ പ്ലാസ്മ മാറ്റി കഴിഞ്ഞാൽ അത് മാറിക്കോളൂ എന്ന് പറഞ്ഞു. എൻ്റെ പ്ലാസ്മ മാറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ പക്ഷേ ഞാൻ സന്തോഷവാനായിരുന്നു. ആരെന്നെ കണ്ടെങ്കിൽ വർത്തമാനം പറയാമായിരുന്നു. കൈയും കാലം അനക്കത്തില്ലെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആര് വന്നാലും ഞാൻ സന്തോഷത്തിൽ വർത്തമാനം പറയുകയും എനിക്കതിനെ പറ്റി മരിച്ചാലും കുഴപ്പമില്ലെന്ന് എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ദൈവത്തിന് ഇഷ്ടമാണ്, അങ്ങനെ ആയിക്കോട്ടെ. ദൈവത്തിന് ഇഷ്ടമുള്ള പ്രധാനപ്പെട്ട സംഗതി, പറയുന്നത് പ്രധാനപ്പെട്ട സംഗതിയല്ല. അപ്പോൾ ഞാൻ ദൈവത്തിന് ഇഷ്ടപ്പെടേണ്ട മാറ്റാം അല്ലെങ്കിൽ സുഖപ്പെടുത്താം. ഏതായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ 2 മാസം ഹോസ്പിറ്റലിൽ കിടന്നു. ഏതായാലും ഇപ്പോൾ എൻ്റെ ജോലിയൊക്കെ എനിക്ക് തന്നെ ചെയ്യാൻ ആയിട്ടുണ്ട്. ധ്യാനിപ്പിക്കാനൊന്നും എനിക്കിപ്പോൾ പറ്റില്ല. പക്ഷേ എനിക്കെന്നാലും എൻ്റെ ജോലി എനിക്ക് സ്വന്തമായിട്ട് എല്ലാം കാര്യം മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. പല്ല് വെക്കാൻ പോലും എനിക്ക് പറ്റുകയില്ലായിരുന്നു. വേറെ പല്ല് വെച്ച് തരികയായിരുന്നു ചെയ്തിരുന്നത്. ഭക്ഷണം വാരി തരികയായിരുന്നു ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ. അല്ല, ആ സമയത്ത് അച്ഛൻ ശരീരം തളർന്നതോടൊപ്പം മനസ്സില്ല. മനസ്സെനിക്ക് സന്തോഷമായിരുന്നു. ഇപ്പോഴും ചിരിച്ചുകൊണ്ട് കിടക്കുമായിരുന്നു. എല്ലാവരും പറയുന്നുണ്ട്. അതെ, എനിക്കങ്ങനെ വലിയ വിഷമമൊന്നും തോന്നിയിട്ടില്ല. അല്ല, ഒരാളുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമാണല്ലോ പ്രാഥമിക സൗകര്യങ്ങളെങ്കിലും പരസഹായം കൂടാതെ ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് പറ്റാത്ത അവസ്ഥയിൽ പല്ല് തേപ്പിച്ച് പോലും ഒരാൾ തരുമ്പോൾ അച്ഛൻ്റെ ഉള്ളിൽ ആ സന്തോഷം, അത് ദൈവം തന്ന സന്തോഷം. തീർച്ചയായിട്ടും ഞാൻ ഓർക്കും ദൈവം എന്നോട് ഉണ്ടായിരുന്ന ബോധ്യമുണ്ട് എനിക്ക്. അതുകൊണ്ട് എനിക്ക് പിന്നെ അതിനെപ്പറ്റി വലിയ അസ്വസ്ഥത തോന്നിയില്ല. അപ്പം അന്ന് വചനം പറഞ്ഞതുപോലെ തന്നെ അച്ഛനെ കൂടുതൽ ഉയർത്താൻ വേണ്ടി ദൈവം ഉപയോഗിച്ചൊരു മാർഗ്ഗമായിരുന്നു ഞാൻ വിശ്വസിച്ചു. തീർച്ചയായിട്ടും അച്ഛൻ്റെ ഈ എപ്പിസോഡിൽ അച്ഛൻ ധാരാളം കാര്യങ്ങൾ ഞങ്ങളോട് സംസാരിച്ചു. പ്രത്യേകിച്ച് കരിസ്മാറ്റിക് വരങ്ങളിൽ ജീവിച്ച അച്ഛൻ്റെ ചില അനുഭവങ്ങൾ, അതിനെക്കുറിച്ചുള്ള അച്ഛൻ്റെ കാഴ്ചപ്പാടുകൾ, ഏറ്റവും അവസാനം അച്ഛൻ്റെ രോഗാവസ്ഥയിൽ പോലും അച്ഛൻ ആ ഒരു ദൈവസ്നേഹാനുഭവത്തിൽ നിറഞ്ഞത്. തീർച്ചയായിട്ടും അച്ഛൻ്റെ ഈ അനുഭവങ്ങളും അച്ഛൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ദൈവസ്നേഹത്തിൻ്റെ ഈ പ്രകടനങ്ങളും ഈ എപ്പിസോഡ് കേൾക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഇത് കേൾക്കുന്ന ധാരാളം പേർക്ക് ഇത് കർത്താവിനോട് ഒത്തു നടക്കാനും പ്രത്യേകിച്ച് കരിസ്മാറ്റിക് വരങ്ങളിൽ ജീവിക്കാനും ഒക്കെയുള്ള ഒരു പ്രചോദനം ലഭിച്ചു. അച്ഛന് എല്ലാ ശാലോം പ്രേക്ഷകരുടെ പേരിലും സ്നേഹത്തോടെ നന്ദി പറയുന്നു. എല്ലാറ്റിലും ദൈവഹിതം കാണാനുള്ള ഉൾവെളിച്ചം, പരിശുദ്ധാത്മാവിനോട് ചേർന്നുള്ള സഞ്ചാരം, ഇവ ഈ വൈദികനെ വ്യത്യസ്തനാക്കുന്നു. അതെ, സകലവും നന്മയ്ക്കായി ദൈവം മാറ്റുന്നു എന്നത് ഹൃദയതാളമാകുമ്പോൾ സഹനങ്ങൾക്കും അപ്പുറം നിന്ന് ക്രൂശിതനിൽ നിന്നും ഉത്ഥിതനിലേക്ക് നോക്കി കരമുയർത്തുവാൻ നമുക്ക് സാധിക്കുമെന്നും അച്ഛൻ പറഞ്ഞു തരുന്നു. അനുദിന ജീവിതത്തിൽ ജോർജ് അച്ഛൻ പുലർത്തുന്ന വിശുദ്ധിയും ദൈവാശ്രയവും ഓരോ സുവിശേഷ ശുശ്രൂഷകനും മാതൃകയാക്കേണ്ടതുണ്ട്. ജീവിത സാക്ഷ്യം കൂടാതെയുള്ള സുവിശേഷ വേലകൾ അതിൽ തന്നെ പരാജയമാണെന്ന് നാം തിരിച്ചറിയുക. ബലിപീഠത്തിനു മുൻപിൽ കരമുയർത്തി പ്രാർത്ഥിച്ച് ഇന്നും തളരാതെ യുവത്വം പേറുന്ന ഈ സുവിശേഷ പടയാളി നമുക്ക് മുൻപിലൂടെ സഞ്ചരിക്കുന്നു. ക്രൂശിതന്റെ കാൽപ്പാടുകൾ പിൻചെന്നുകൊണ്ട്. വചനം ഏകുവാനൊരു സാക്ഷ്യം. ഞാൻ നിനക്കായി പോകാം, ഞാൻ നിനക്കായി പോകാം, ആകുവാൻ നിൻ വചനം ഏകുവാൻ
അകറ്റുകില്ലെന്നേ ഒരു നാളും അകറ്റുകില്ലെന്നേ കർത്താവേ നിൻ സ്നേഹത്തിൽ നിന്നും അകറ്റുകില്ലെന്നേ ഒരു നാളും അകറ്റുകില്ലെന്നേ കർത്താവേ നിൻ സ്നേഹത്തിൽ നിന്നും ആരെനിക്കായി പോകും ആരെനിക്കായി പോകും പാകുവാനിൻ വചനം ഏകുവാനൊരു സാക്ഷ്യം ഞാൻ